Good evening. Audible ആണല്ലോ. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? കേൾക്കുന്നില്ല? ആ, ഓക്കെ ഓക്കെ. ഇപ്പൊ നാലാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് ഇപ്പൊ നോക്കുന്നുണ്ട്. ബാക്കി ആദ്യത്തെ 1, 2, 3 നാളെ രാവിലെ എടുക്കാം. ഓക്കെ, ഇപ്പൊ നാലാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇതില് നിങ്ങൾക്ക് 3 തിയറീസ് മാത്രം നോക്കിയാൽ മതി. 3 തിയറീസ് മാത്രം പഠിച്ചു പോവാം. ഇവിടെ ഞാൻ പറയുന്നത് ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി പറയുന്നുണ്ട്. ഇത് നമ്മുടെ എക്സാം ഓറിയന്റഡ് ക്ലാസിന്റെ നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. പിന്നെ അടുത്തത് പറയുന്നത് സ്റ്റേൺബർഗിന്റെ തിയറിയാണ്. അങ്ങനെ 3 തിയറി പഠിച്ചാൽ മതി. സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. അങ്ങനെ 3 തിയറി മാത്രം ഇതിൽ നോക്കിയാൽ മതി. ചിലപ്പോൾ ഏതെങ്കിലും 2 തിയറീസ് എഴുതാൻ വരാലൊക്കെ ചിലപ്പോൾ സ്റ്റേൺബർഗിന്റെ ചോദിക്കാം, ഗാർഡനറിന്റെ ചോദിക്കാം. ഏത് ചോദിച്ചാലും ഇങ്ങനെ 3 എണ്ണം പഠിക്കാം. കാരണം എല്ലാതും പഠിച്ചു പോകാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈ ടൈം ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഈ ലാസ്റ്റ് ടൈം ആയില്ലേ. അപ്പൊ അതുകൊണ്ട് 3 തിയറീസ് നോക്കാം. 3 എണ്ണം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നുണ്ട്. ആദ്യത്തെ ഗിൽഫോർഡ് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് തിയറി, അതായത് SI തിയറി എന്ന് പറയും. ഗിൽഫോർഡ് ബിലീവ് ദാറ്റ് ഇന്റലിജൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ്. അപ്പൊ അതുവരെ വന്ന തിയറീസ് ഒക്കെ വിട്ടിട്ട് ഗിൽഫോർഡ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ആണ്. ഒരു ആക്ടിവിറ്റി മാത്രമായിട്ട് പറയാനേ പറ്റില്ല. മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്റലിജൻസ്. അങ്ങനെയാണ് പറഞ്ഞത്. ദിസ് മോഡൽ വാസ് ബേസ്ഡ് ഓൺ ഫാക്ടർ അനാലിസിസ്. He argued that intelligence consists of numerous intellectual abilities. He first proposed a model with the 120, later on revised to 180 independently operating factors in the intelligence. അപ്പൊ ആദ്യം കൊണ്ടുവന്ന മോഡലിലെ 120 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഫാക്ടർ അനാലിസിസ് ആയിരുന്നു നമ്മുടെ ഇന്റലിജൻസിന് കാരണമാകുന്ന, അല്ലെങ്കിൽ ഇന്റലിജൻസിൽ പറയുന്ന 120 ഫാക്ടേഴ്സിന് അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന മോഡലിൽ പറഞ്ഞിരുന്നു. ദെൻ അത് റിവൈസ് ചെയ്തിട്ട് 180 ആക്കിയിട്ട് മാറ്റി. ഇൻ ദി സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ഓൾ ദ മെന്റൽ എബിലിറ്റീസ് വെർ ഓർഗനൈസ്ഡ് അലോങ് 3 ഡയമെൻഷണൽ ഫ്രെയിംവർക്ക്. അപ്പൊ ഈ 180 എങ്ങനെയാണ് ആക്കിയത്? ഒരു 3 ഡയമെൻഷണൽ ഫ്രെയിംവർക്കിലാണ് ഈ 180 അറേഞ്ച് ചെയ്തത്. അതാണ് പറയുന്നത് കണ്ടന്റ്, ഓപ്പറേഷൻസ് ആൻഡ് പ്രോഡക്റ്റ്. 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കണ്ടന്റ്സ്, ഓപ്പറേഷൻസ് ആൻഡ് പ്രോഡക്ട്സ്. ഒരു മിനിറ്റ് കേട്ടോ. This model also called 3-dimensional model represented in the form of a cube. ഇതെന്താണ്? ഒരു 3-dimensional മോഡൽ ആണ്. ഒരു ക്യൂബ് മോഡലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 3 ഡയമെൻഷൻ. അപ്പൊ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താ? ക്യൂബ് പോലെയല്ല. നമുക്ക് 3 ഡയമെൻഷൻ എപ്പോഴും നമ്മൾ വരയ്ക്കുമ്പോൾ ക്യൂബിനെ വരയ്ക്കും. അപ്പൊ ഒരു ക്യൂബിന്റെ ഫോമിലാണ് എന്ത് 3-dimensional മോഡൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 3 ഡയമെൻഷൻ ഏതൊക്കെയാണ്? കണ്ടന്റ്, ഓപ്പറേഷൻസ്, പ്രോഡക്റ്റ്. അതിൽ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 180 ഉണ്ട്. ആദ്യം വന്നത് 120 ആയിരുന്നു, റിവൈസ് ചെയ്തിട്ട് 180 ആക്കി. അപ്പൊ അതിൽ ആദ്യത്തെയാണ് കണ്ടന്റ് ഡയമെൻഷൻ. The contents dimension include the broad areas of information to which human intellect operations are applied. ഇവിടെ എന്താണ്? കുറച്ചും കൂടി വലിയൊരു ഏരിയ ആണ്. നമ്മുടെ ഹ്യൂമൻ ഇന്റലക്ട് ഓപ്പറേഷൻസ് ഒക്കെ ഈ ഒരു കണ്ടന്റ് ഡയമെൻഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നതാണ് വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമന്റിക്, ബിഹേവിയറൽ. ഇതൊക്കെ എന്താണ്? കണ്ടന്റ് ഡയമെൻഷനിൽ വരുന്നതാണ്. വിഷ്വൽ എന്ന് പറയുമ്പോൾ എന്താ? ഇൻഫർമേഷൻ പെർസീവ്ഡ് ത്രൂ സീയിങ് ഓർ ദ ഇൻഫർമേഷൻ അറൈസിംഗ് ഫ്രം ദ സ്റ്റിമുലേഷൻ ഓഫ് റെറ്റിന ഇൻ ദ ഫോം ഓഫ് എ ഇമേജ്. നമ്മുടെ കണ്ണിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ റെറ്റിനയിൽ പതിയുന്ന ഇമേജ്. ഇതൊക്കെ എന്താണ്? നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്നതാണ്. അതിലാദ്യത്തെ കണ്ടന്റ് ഡയമെൻഷൻ ആണ് അതിൽ വിഷ്വൽ. ഇനി അടുത്തത് ഓഡിറ്ററി ഉണ്ട്. ഹിയറിംഗിലൂടെ, കേൾവിയിലൂടെ നമുക്ക് കിട്ടുന്ന പെർസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്. ഇനി സിംബോളിക് എന്ന് പറയുന്നത് എന്താ? ഇൻഫർമേഷൻ പെർസീവ്ഡ് ആസ് സിംബൽസ് ഓർ സൈൻസ് ദാറ്റ് സ്റ്റാൻഡ് ഫോർ സംതിങ് എൽസ് ഹാസ് നോ മീനിങ് ബൈ ദംസെൽവ്സ്. ഇതാണ് സിംബോളിക്. കുറച്ച് സിംബൽസ് ആയിട്ട്, അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ, അറബിക് ന്യൂമറൽസ്, ലെറ്റേഴ്സ് ഓഫ് എൻ ആൽഫബറ്റ്, മ്യൂസിക്കൽ ആൻഡ് സയന്റിഫിക് നൊട്ടേഷൻസ്, ഇതൊക്കെ സിംബോളിക് ആണെന്ന് പറയാം. ഇനി സെമന്റിക് ഉണ്ട്, കൺസേൺഡ് വിത്ത് വെർബൽ മീനിങ്സ് ആൻഡ് ഐഡിയാസ്. ഇതും ഒരു തരത്തിൽ നമ്മൾ ഇൻഫർമേഷൻ അക്വയർ ചെയ്യുന്നതാണ്. ഇനി ബിഹേവിയറൽ ഉണ്ട്, ഇൻഫർമേഷൻ പെർസീവ്ഡ് ആസ് ആക്ട്സ് ഓഫ് ബിഹേവിയർ ഓഫ് പീപ്പിൾ. ബിഹേവിയറൽ കോമ്പണന്റ്. നമുക്ക് മറ്റുള്ളവരുടെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന എന്താണ്? ഈ ബിഹേവിയറൽ കോമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ്.
അപ്പൊ കണ്ടന്റ് ഡയമെൻഷനിൽ ഏതൊക്കെയാണ്? വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമന്റിക്, ബിഹേവിയർ. ഓക്കെ ആണോ കണ്ടന്റ് ഡയമെൻഷൻ? ഇനി അടുത്തത് ഓപ്പറേഷൻ ഡയമെൻഷൻസ് പറയുന്നുണ്ട്. ഓപ്പറേഷൻ അപ്പൊ എന്താണ്? കുറച്ചുകൂടി ആക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ അതിലൊക്കെ ഉണ്ട് ആദ്യത്തെ കോഗ്നിഷൻ, പ്രോസസ്സുകളാണ്. ഓപ്പറേറ്റ് ചെയ്യാന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കോഗ്നിഷൻ, മെമ്മറി റെക്കോർഡിങ്, മെമ്മറി റിട്ടൻഷൻ, ഡൈവേർജൻ പ്രൊഡക്ഷൻ, കൺവേർജൻ പ്രൊഡക്ഷൻ, ഇവാലുവേഷൻ. ഈ 6 ഇതിൽ വരുന്നത്? ഓപ്പറേഷൻസിൽ വരുന്നത്. കോഗ്നിഷൻ എന്ന് പറയുമ്പോൾ എന്താ? മനസ്സിലാക്കുക, കോംപ്രിഹെൻഡ് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക, ബിക്കം അവെയർ ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. കാരണം നമ്മുടെ ഫുൾ കോഗ്നിറ്റീവ് പ്രോസസ്സുകളായിരിക്കും അവിടെ നടക്കുന്നത്. ഇൻ മെമ്മറി റെക്കോർഡിങ്, എബിലിറ്റി ടു എൻകോഡ് ഇൻഫർമേഷൻ, അത്രേ വരുന്നുള്ളൂ കേട്ടോ. തിയറീസ് ഓഫ് ഇന്റലിജൻസ് പാഠത്തിന്റെ പേരാണ്. എബിലിറ്റി ടു എൻകോഡ് ഇൻഫർമേഷൻ, മെമ്മറി റെക്കോർഡിങ്. ഇനി മെമ്മറി റിട്ടൻഷൻ ഉണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച മെമ്മറിനെ റീകോൾ ചെയ്യാനുള്ള എബിലിറ്റി, മെമ്മറി റിട്ടൻഷൻ. ഡൈവേർജൻ പ്രൊഡക്ഷൻ എന്താണ്? ഒരു പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള എബിലിറ്റി, ഡൈവേർജൻ പ്രൊഡക്ഷൻ. കൺവേർജൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രം കണ്ടെത്താനുള്ള എബിലിറ്റിയാണ് കൺവേർജൻ പ്രൊഡക്ഷൻ. ഇനി ഇവാലുവേഷൻ ഉണ്ട്. നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻ ജഡ്ജ് ചെയ്യാനുള്ള എബിലിറ്റി. അതിനെ ജഡ്ജ് ചെയ്യാണ്. ഈ ഇൻഫർമേഷൻ ആക്യുറേറ്റ് ആണോ, കൺസിസ്റ്റന്റ് ആണോ, വാലിഡ് ആണോ എന്നുള്ളത് ജഡ്ജ് ചെയ്യുന്നു. ഈ പറയുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഏത് ഡയമെൻഷനിലാണ്? ഓപ്പറേഷൻ ആണ്. കുറച്ചും കൂടി ആക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ അതിനെ ഓപ്പറേഷൻ ഡയമെൻഷൻസിൽ കൊണ്ടുപോയിട്ടു. ഇനി അടുത്തത് പ്രോഡക്റ്റ് ഡയമെൻഷൻസ്. അതിൽ പറയുന്നത് യൂണിറ്റ്സ്, ക്ലാസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ്. യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താ? represents a single item or of information or knowledge. ഏതെങ്കിലും ഒരു സിംഗിൾ ഐറ്റം, നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ഐറ്റം, യൂണിറ്റ്. ഇനി ക്ലാസ്സസ് ഉണ്ട്. എ സെറ്റ് ഓഫ് ഐറ്റംസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ്. ഇനി റിലേഷൻസ് പറയുന്നുണ്ട്. represents a connection between items or variables, may be linked as opposites or in association, sequences or analysis. Analogies എന്താണ് പറയുന്നത്? റിലേഷനെ പറ്റിയിട്ടാണ്. 2 ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ ലിങ്ക് ചെയ്ത് പറയാനുള്ള എബിലിറ്റി. ഇപ്പൊ ഒരു വണ്ടി കണ്ടു, വേറൊരു വണ്ടി കണ്ടു. അപ്പൊ ആ ഒരു കുട്ടിക്ക് അതിനെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റണം. ഇത് കാറാണ്, ഇതിന് 4 വീൽസ് ഉണ്ട്. ഇതും എന്തോ ഒരു വണ്ടിയാണ്, ഇതിനും 4 വീൽസ് ഉണ്ട്. അങ്ങനെ ഇതിപ്പോ 4ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ഇതിന്റെ ബാക്കിയല്ല, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഞാൻ രാവിലെ എടുക്കുന്നുണ്ട്. ഇത് രാവിലെ, ഇത് ഇപ്പൊ 4ഉം 5ഉം ഇപ്പൊ എടുക്കുന്നുണ്ട്. രാവിലെ 1, 2, 3 എടുക്കാം. ബാക്കി 6, പിന്നെ 9, 10 അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ഈവനിങ് എടുക്കാം. അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. 7ഉം 8ഉം സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതായിരിക്കും നല്ലത്. ഒരുപാട് തിയറി മനസ്സിൽ നിൽക്കാൻ പറ്റാത്ത കുറച്ച് തിയറി ഉള്ള പാടാണ് ഇത് 7ഉം 8ലുള്ളത്. അപ്പൊ എക്സാമിന് പഠിക്കുന്നവര്, ലാസ്റ്റ് ടൈം പഠിക്കുന്നവര് 7ഉം 8ഉം സ്കിപ്പ് ചെയ്യാം. പഠിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോളൂ, കുഴപ്പമില്ല. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ എന്റെ ഒരു സജഷൻ, ഞാൻ എപ്പോഴും ഒരു ബ്ലോക്ക് വേണ്ട എന്ന് പറയും. കാരണം പഠിക്കാനുള്ള ടൈം ഇല്ലാത്തവർക്ക്. അപ്പൊ 7ഉം 8ഉം ആണ് ഞാൻ ഒരു ഇതിൽ പറയുന്നത്. ആ ഒരു ബ്ലോക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നമ്മള് 4, 5ഉം പറയും. രാവിലെ 1, 2, 3 ചാപ്റ്റേഴ്സ് എടുക്കും. വൈകിട്ട് 6, 9, 10 അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ ഇതില് റിലേഷൻസ് പറയുന്നത് എന്താണ്? 2 ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അതിനെ റിലേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു എബിലിറ്റി. ഇനി സിസ്റ്റംസ് പറയുന്നുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഐറ്റംസ് ഓർ നെറ്റ്വർക്ക്സ് വിത്ത് ഇന്ററാക്റ്റീവ് പാർട്സ്. എന്താണ്? ഓർഗനൈസ് ചെയ്യുക, ഐറ്റംസിനെ ഒരു സിസ്റ്റം ആക്കി, ഒരു നെറ്റ്വർക്ക് ആക്കിയിട്ട് ഇന്ററാക്ട് ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻസ് പറയുന്നുണ്ട്. ചേഞ്ചസ്, പെർസ്പെക്ടീവ്സ്, കൺവേർഷൻസ് ഓർ മ്യൂട്ടേഷൻസ് ടു നോളജ് സച്ച് ആസ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ലെറ്റേഴ്സ് ഇൻ എ വേർഡ്. ട്രാൻസ്ഫോർമേറ്റ് ചെയ്ത് പറയാം. ഓക്കെ, ഇത് ഓരോരുത്തരുടെ എബിലിറ്റി ആണ് കേട്ടോ പറയുന്നത്. ഈ ഡയമെൻഷനിൽ എന്താ? ട്രാൻസ്ഫോർമേഷൻസ് പറയുന്നുണ്ട്. അടുത്തത് ഇംപ്ലിക്കേഷൻസ് ആണ്. പ്രഡിക്ഷൻസ്, ഇൻഫറൻസസ്, കോൺസിക്വൻസസ് ഓർ ആന്റിസിപ്പേഷൻസ് ഓഫ് നോളജ്. നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. നാളെ ഇന്നതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ ഇന്നതായിരിക്കും. പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റി, കോൺസിക്വൻസസ് പറയാനുള്ള എബിലിറ്റി, ആന്റിസിപ്പേഷൻസ്. ഇതൊക്കെ ഓരോ ഡയമെൻഷനിലും പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിന് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് 3 ഡയമെൻഷൻസ്: കണ്ടന്റ്സ്, ഓപ്പറേഷൻസ്, പ്രോഡക്ട്സ്. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഇത് ഒരു തിയറി. ഇനി അടുത്തതാണ് ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അടുത്ത
തിയറി ഓഫ് ഇന്റലിജൻസ് ആണ്, ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഇപ്പൊ ഹവാർഡ് ഗാർഡനർ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്, ഒന്നോ രണ്ടോ ഇന്റലിജൻസ് ആക്കിയിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. 8 എണ്ണം ഉണ്ട്. ലേറ്റർ അതിന്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് 9 എണ്ണം ആക്കി. ഇപ്പൊ അക്കോർഡിംഗ് ടു ഗാർഡനർ എന്ന് പറയുന്നത് എന്താണ്? ഇന്റലിജൻസ് ഈസ് മച്ച് മോർ ദാൻ IQ ആൻഡ് ഹാസ് IQ ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഡസ് നോട്ട് ഈക്വേറ്റ് ടു ഇന്റലിജൻസ്. അപ്പൊ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? is much more than IQ as IQ in the absence of productivity. അപ്പൊ IQ കൂടുതലാണെന്ന് വെച്ചിട്ട് പ്രോഡക്ടിവിറ്റി ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. പ്രോഡക്ടിവിറ്റി കൂടുതലാണെന്ന് വെച്ചിട്ട് ഇന്റലിജൻസ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ഹവാർഡ് ഗാർഡനർ ആണ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞത്. ആൻഡ് ഗാർഡനർ ഇനീഷ്യലി പ്രപ്പോസ്ഡ് 8 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്. ആദ്യം കൊണ്ടുവന്നത് 8 എണ്ണായിരുന്നു, പിന്നീട് അത് 9 എണ്ണാക്കി മാറ്റി. Thus, Gardner views each individual as a unique combination of various intelligence. അപ്പോൾ ഓരോരുത്തർക്കും ഒരു ഇന്റലിജൻസ് മാത്രമല്ല, ഈ പറയുന്ന 9 എണ്ണത്തിലെ പല ഇന്റലിജൻസും കൂടിയിട്ടായിരിക്കും ഒരാൾ ഉണ്ടായിരിക്കുക. അങ്ങനെയാണ് ഗാർഡനർ പറഞ്ഞത്. അതായത് 9 എണ്ണം ഉണ്ട്. അപ്പൊ ചിലപ്പോ ഈ പറയുന്നതിൽ ഏതെങ്കിലും 2-3 എണ്ണം ഉണ്ടായിരിക്കാം. ഫാത്തിമയ്ക്ക് ചിലപ്പോൾ ഇത് പറയുന്ന ഏതെങ്കിലും 2-3 എണ്ണം ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ഇൻഡിവിജ്വലും ഈസ് എ യൂണിക് കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഇന്റലിജൻസ്. അങ്ങനെയാണ് ഗാർഡനറിന്റെ വ്യൂ ഉണ്ടായിരുന്നത്. ഈച്ച് വൺ ഓഫ് us is talented in unique ways. The utility and value of each type of intelligence is culturally determined in the sense that individuals' intelligence performance is determined according to the high desirability, usefulness, demands of society for particular types of intelligence. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇന്റലിജൻസ് ആണെന്ന് പറയുന്നത്? നമ്മുടെ എബിലിറ്റി നോക്കും, നമ്മുടെ ഇൻട്രസ്റ്റുകൾ നോക്കും, നമ്മൾ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിലാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഇന്റലിജൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെയാണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. നോക്കി വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. ഇറ്റ് റെഫേഴ്സ് ടു ദി എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ്. നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെ എന്ത് പറയുന്നു? ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നു. സംസാരിക്കാൻ, സ്പോക്കൺ ചെയ്യാൻ, റിട്ടേൺ വേർഡ്സ്, ഇതൊക്കെ. അപ്പൊ ആ ഒരു എബിലിറ്റി ഉള്ളവർക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, ഇല്ലാത്ത കുട്ടികൾക്ക് linguistic intelligence illa ennu parayam. Individuals with a high verbal linguistic intelligence are very good in using words and language to express themselves, articulate things and create. But high verbal linguistic intelligence ullavarakku engane aayirikkum? Nalla reedikku avare words and language okke use cheyum. വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും കൾച്ചർ ബേസ്ഡ് അവർ അവരുടെ ലാംഗ്വേജ് പറഞ്ഞിരിക്കും, നല്ല വൃത്തിക്ക് പറഞ്ഞിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, ഫ്ലുവൻലി, ഫ്ലെക്സിബിളി ആൻഡ് ക്രിയേറ്റീവ്ലി. 3 രീതിക്കും അവർ വളരെ വൃത്തിക്ക് അവരുടെ ലാംഗ്വേജ് പറയും. ദേ കൻ ലേൺ വേരിയസ് ലാംഗ്വേജസ് ഈസി. അതേപോലെ തന്നെ അവർക്ക് പല ലാംഗ്വേജുകളും എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. പോയറ്റ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ജേർണലിസ്റ്റ്, ടീച്ചേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ഫിലോസഫേഴ്സ് ആൻഡ് സ്പീക്കേഴ്സ് ആർ വെരി സ്ട്രോങ് ഇൻ ദിസ് കോമ്പണന്റ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഈ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരെ പൊതുവെ പറയുന്നവർ ആരൊക്കെയാണ്? പോയറ്റ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ജേർണലിസ്റ്റ്, ടീച്ചേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ഫിലോസഫേഴ്സ് ആൻഡ് സ്പീക്കേഴ്സ്. പിന്നെ കുറച്ച് പേരുടെ പേരുകൾ പഠിച്ചു വെക്കാം, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറയുന്നത്. വില്യം ഷേക്സ്പിയർ, വില്യം വേർഡ്സ്വർത്ത്, RK നാരായണൻ, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത്, ചേതൻ ഭഗത്, അങ്ങനെയുള്ള ഓർത്ത് വെക്കാൻ പറ്റുന്ന പേരുകൾ എക്സാമ്പിളും എഴുതാം. ഇതിന് ഒറ്റ സെന്റൻസ് പോലും വിട്ടുപോകരുത്, അത്രയും ഇമ്പോർട്ടന്റ് ആക്കിയിട്ട് പഠിക്കാം. ഇനി അടുത്തത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. പേര് പോലെ തന്നെ എന്താണ്? റീസണിങ് ചെയ്യാൻ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് ലോജിക്കൽ റീസണിങ് ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി. ഹൈ ഓൺ ദിസ് ഇന്റലിജൻസ് ഹാവ് ഗുഡ് അബ്സ്ട്രാക്ട് റീസണിങ്. കണ്ടോ, ഈ ഇന്റലിജൻസ് ഉള്ളവർക്ക് അബ്സ്ട്രാക്ട് റീസണിങ് ഉണ്ടായിരിക്കും, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഗുഡ് ഇൻ ഡീലിംഗ് വിത്ത് നമ്പേഴ്സ്. പിന്നെ കോറിലേറ്റ്സ് വിത്ത് ട്രഡീഷണൽ നോഷൻ ഓഫ് ഇന്റലിജൻസ്. സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ഫിസിസിസ്റ്റ്, എക്കണോമിസ്റ്റ്, ഇവരൊക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്, ഹൈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവര്. ഗുഡ് ഇൻ മാത്തമാറ്റിക്സ്, കാൽക്കുലേഷൻസ്, നമ്പേഴ്സ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, ഇതൊക്കെ അവര് വളരെ പ്രകടനം കാഴ്ചവെക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ, ആർക്കിമിഡീസ്, CV രാമൻ, അമർത്യ സെൻ, ഇതൊക്കെ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് എക്സാമ്പിൾ ആണ്. അടുത്തത് മ്യൂസിക്കൽ ഇന്റലിജൻസ്. എന്താണ്? എബിലിറ്റി ടു യൂസ് റിതം, സൗണ്ട്സ് ആൻഡ് പാറ്റേൺസ് ടു ക്രിയേറ്റ്, കമ്പോസ് ആൻഡ് പെർഫോം മ്യൂസിക്. മ്യൂസിക് ഉണ്ടാക്കുക, കമ്പോസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തൊക്കെ ഇവർക്കാണ്. സെൻസിറ്റിവിറ്റി ടു മ്യൂസിക്, എബിലിറ്റി ടു റെക്കഗ്നൈസ് ആൻഡ് മാനിപ്പുലേറ്റ് മ്യൂസിക്കൽ പാറ്റേൺസ്. ഇവരൊക്കെ എങ്ങനെയായിരിക്കും? സിംഗേഴ്സ് ആയിരിക്കും, മ്യൂസിക് കമ്പോസേഴ്സ്, ഇൻസ്ട്രുമെന്റാലിസ്റ്റ്, മ്യൂസിഷ്യൻസ്, ഇവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യഹൂദി മെൻഹിൻ, പിന്നെ ലുഡ്വിഗ് വാൻ ബീത്തോവൻ, പിന്നെ മൈക്കൽ ജാക്സൺ, WA മോസാർട്ട്, MS സുബലക്ഷ്മി, ലതാ മങ്കേഷ്കർ, RD ബസ്മൻ, സക്കീർ ഹുസൈൻ, ചിത്ര, നമുക്ക് എഴുതാം.
യേശുദാസ് ഒക്കെ എഴുതാം, നമുക്ക് അറിയാവുന്ന പേരുകളൊക്കെ എഴുതാം. പിന്നെ ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്, സ്പോർട്സ്, ഡാൻസ്, ബോഡി മൂവ്മെന്റ്സ്, ആക്ഷൻസ്, ഇതൊക്കെ ഉള്ളവരാണ് എന്ത് ബോഡ്ലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ളവർ. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു യൂസ് കൺട്രോൾ ആൻഡ് വൺസ് ബോഡി മൂവ്മെന്റ്സ് ആൻഡ് ആക്ഷൻസ്. നമ്മുടെ ബോഡി മൂവ്മെന്റ്സും ആക്ഷൻസും കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. ഡാൻസേഴ്സ്, സ്പോർട്സ് പേഴ്സൺസ്, ഇവരൊക്കെയാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. ഓൾസോ റിക്വയർഡ് ഇൻ സർജറി ആൻഡ് ക്രാഫ്റ്റ് മേക്കിംഗ് ആസ് ഇറ്റ് ഇൻവോൾവ്സ് സ്കിൽസ് ആൻഡ് ഡെക്സ്റ്ററിറ്റി ഫോർ ഫൈൻ മോട്ടോർ മൂവ്മെന്റ്സ്. ക്രാഫ്റ്റ്, കാരണം എന്താ, കൈ വഴങ്ങണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ അതിങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു കൈ വഴക്കം വേണമെന്ന് പറയില്ലേ നമ്മള്, അത് വേണം. അപ്പൊ ഈ ഒരു സർജറി ചെയ്യുന്നവര്, ക്രാഫ്റ്റ് മേക്കേഴ്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ പെടും. പിന്നെ പീപ്പിൾ വിത്ത് ഹൈ ബോഡി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ക്യാൻ ബിക്കം ഗുഡ് അത്ലറ്റ്. പിന്നെ ആക്ടേഴ്സ്, സ്പോർട്സ് പേഴ്സൺസ്, അക്രോബാറ്റ്സ്, യോഗ പ്രാക്ടീഷണേഴ്സ്, സർജൻസ്, പോലീസ് ഓഫീസേഴ്സ്, സോൾജേഴ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെണ്ടുൽക്കർ പഠിക്കാം, പിന്നെ ഡാൻസർ ബിർജു മഹാരാജ് പഠിക്കാം, പിന്നെ അടുത്തത് ആരെ പഠിക്കാം, മാധുരി ദീക്ഷിത് പഠിക്കാം, പിന്നെ രേഖ, അത്രയും പഠിച്ചാൽ മതി. ഒരു മൂന്നാലെണ്ണം നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും നോക്കുക. പി.ടി. ഉഷ, വിജേന്ദ്ര സിംഗ്, അങ്ങനെയൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ ഇന്റലിജൻസ് പറയുന്നത് പെർസീവ്, അണ്ടർസ്റ്റാൻഡ്, യൂസ് സ്പേഷ്യൽ ആൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ ഇഫക്റ്റീവ്ലി. ഇപ്പൊ ഒരു എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വഴി കറക്റ്റ് ഓർത്ത് വെക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഒരൊറ്റ വട്ടം പോയാൽ മതി, അവർ ആ ഒരു മാപ്പ് പോലെ ആയിരിക്കും അവർ ആ ഒരു വഴി പഠിച്ചു വെക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് പറയാം. വിഷ്വൽ ഇമേജസ് ഓർത്ത് വെക്കുക, പാറ്റേൺസ് ഒക്കെ ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. They can easily visualize the world with the mind's eye, modify the surrounding based upon their perception and recreate aspects of their visual experience. അവര് കണ്ടത് വിഷ്വൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, റീക്രിയേറ്റ് ചെയ്യും, മോഡിഫൈ ചെയ്യും. കാരണം വിഷ്വൽ എബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. ഗുഡ് അറ്റ് റിമെമ്പറിംഗ് ഇമേജസ്, ഫിഗേഴ്സ്, സ്പേസസ്, ഫൈൻ ഡീറ്റെയിൽസ് ആൻഡ് വിഷ്വലൈസ് തിങ്സ് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ്. എന്ത് ചെയ്യാം, ചിലരുടെ മുഖങ്ങളൊക്കെ പെട്ടെന്ന് ഓർത്ത് വെക്കുക, ഏതെങ്കിലും ചിത്രങ്ങൾ ഓർത്ത് വെക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ ആ ഒരു ഇമേജ് ഓർത്ത് വെക്കുക. ഇതൊക്കെ ഫൈൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവർക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ പീപ്പിൾ വിത്ത് ഹൈ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആർ ലൈക്ലി ടു ബി ആർക്കിടെക്ട്സ്, പെയിന്റേഴ്സ്, ഇന്റീരിയർ ഡിസൈനേഴ്സ്, സർജൻ, പൈലറ്റ്, ഡ്രൈവേഴ്സ്, സെയിലേഴ്സ്, ഇവരൊക്കെ ഈ ഒരു മേഖലയിൽ വരുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർത്ത് വെക്കാൻ എം.എഫ്. ഹുസൈൻ ഓർത്ത് വെക്കാം, മൈക്കൽ ആഞ്ചലോ, ലിയനാർഡോ ഡാവിൻചി, I.M. പൈ, ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. ഇനി ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും സോഷ്യൽ ഇന്ററാക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് ആ ഒരു എബിലിറ്റിനെയാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അവർക്ക് ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. കേട്ടോ, ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷൻസ് ആൻഡ് പെർസ്പെക്ടീവ്സ് ഓഫ് അതേഴ്സ് ആൻഡ് റിലേറ്റ് വെൽ ടു അതേഴ്സ്. മറ്റുള്ളവരായിട്ട് റിലേറ്റ് ചെയ്യും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, ചിന്തിക്കാനുള്ള എബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ദേ ആർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് ഒരു ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഗുഡ് ആൻഡ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കാരണം എന്താ, മറ്റുള്ളവരായിട്ട് ഇന്റർപേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വായ തുറന്നു കഴിഞ്ഞാൽ ദേഷ്യം വരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്നും അവിടെ നടക്കുന്നില്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കും. സെൻസിറ്റിവിറ്റി ആൻഡ് എംപതിക് അണ്ടർസ്റ്റാൻഡിങ് ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്. പിന്നെ ഇതിൽ കാറ്റഗറിയിൽ പെടുന്നത് സോഷ്യൽ വർക്കേഴ്സ്, മാനേജേഴ്സ്, സൈക്കോളജിസ്റ്റ്, നഴ്സസ്, കൗൺസിലേഴ്സ്, പൊളിറ്റീഷ്യൻസ്, ലീഡേഴ്സ്, ടീച്ചേഴ്സ്, റിഫോമേഴ്സ് ആൻഡ് സ്പിരിച്വൽ ഗുരുസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് ഓർത്ത് വെക്കാം. മദർ തെരേസ, മഹാത്മാഗാന്ധി, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, രാജാറാം മോഹൻ റായ്, ശ്രീ രവിശങ്കർ, രാമർകാന്ത് മെയ്, ഇതൊക്കെ നമുക്ക് എന്ത് വെക്കാം, ഓർത്ത് വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അടുത്തത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. അപ്പൊ ഇതെന്താണ്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതാണ് ഇന്റർപേഴ്സണൽ. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ സ്വയം തോട്ട്സും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കുക, കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, അവയർനെസ്, സെൽഫ് അവയർനെസ് നമുക്ക് ഇതിൽ കൊണ്ടുവയ്ക്കാം. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വൺ സെൽഫ് ആൻഡ് നോ വൺസ് തോട്ട്സ്, ഇമോഷൻസ്, ഫീലിംഗ്സ്, മോട്ടീവ്സ് ആൻഡ് ഡിസയേഴ്സ് ആൻഡ് ഹൗ ദീസ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ. അവരുടെ ബിഹേവിയർ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യുക, അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. അബൌട്ട് വൺ സ്ട്രെങ്ത്, ലിമിറ്റേഷൻസ്, ഗോൾസ് ആൻഡ് അംബിഷൻസ്. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും, നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ ഗോൾസും അംബിഷൻസും അവെയർ ആയിരിക്കാം. ജോയിൻ ആവുന്നുണ്ട്. ഇനി സച്ച് ഇന്റലിജൻസ്.
ഇൻക്ലൂഡ് വൺസ് ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് സെൽഫ് റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി. കാരണം നമ്മുടെ ഇൻട്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് കപ്പാസിറ്റീസ് ഒക്കെയാണ് ഇതിൽ വരിക. പീപ്പിൾ ഓറിയന്റഡ് കരിയേഴ്സ് റിക്വയർ ഇന്റർപേഴ്സണൽ സ്കിൽസ്. ഫോർ എക്സാമ്പിൾ സൈക്കോളജിസ്റ്റ്, സ്പിരിച്വൽ ലീഡേഴ്സ്, അതായത് സ്വാമി വിവേകാനന്ദ, ശ്രീരാമകൃഷ്ണ പരമഹംസ, ശ്രീ ഓറോബിന്ദു, ഇവർക്ക് എക്സാമ്പിൾ ആണ്. ഫിലോസഫേഴ്സ്, റൈറ്റേഴ്സ് ഒക്കെ ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. ഇനി അടുത്തത് നാച്ചുറാലിസ്റ്റിക് ഇന്റലിജൻസ്, എട്ടാമത്തെയാണ് കേട്ടോ. നാച്ചുറാലിസ്റ്റിക് ഇന്റലിജൻസ് പറയുന്നത് എബിലിറ്റി ടു റെക്കഗ്നൈസ് അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് പാറ്റേൺസ് ഇൻ നേച്ചർ. നേച്ചറുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നവരൊക്കെ നമുക്ക് ഈ ഒരു ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണെന്ന് പറയാം. അതായത് ഇപ്പോ ഈ ഫോട്ടോഗ്രാഫേഴ്സ്, ബൊട്ടാനിസ്റ്റുകൾ, ബേർഡ് വാച്ചേഴ്സ്, ഫാമേഴ്സ്, ഹണ്ടേഴ്സ്, ടൂറിസ്റ്റ്, ഇവർക്കൊക്കെ ഈ ഇന്റലിജൻസ്, നാച്ചുറാലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടായിരിക്കും. സെൻസിറ്റിവിറ്റി ടു ദ നേച്ചർ ആണ് വിത്ത് ഓൾ ഇറ്റ്സ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ഫ്ലോറ, ഫോണ ആൻഡ് ഓൾ ദ ബയോഡൈവേഴ്സിറ്റി. ഗാർണർ ഹാസ് ആഡഡ് ദിസ് 8 type of intelligence to his original 7 intelligence. അപ്പൊ ഏറ്റവും ആദ്യം 7 ഇന്റലിജൻസ് ആയിരുന്നു. പിന്നീടാണ് നാച്ചുറാലിസ്റ്റിക് ആയിട്ടുള്ള 8ാമത്തെ ആഡ് ചെയ്തത്. അതിനും ശേഷം എന്ത് വന്നു? 9ാമത്തെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ പറഞ്ഞല്ലോ, ഇതിൽ പെടുന്നവർ ആരൊക്കെയാണ്? ഹണ്ടേഴ്സ്, ഫാമേഴ്സ്, ബേർഡ് വാച്ചേഴ്സ്, ബൊട്ടാനിസ്റ്റ്, ബയോളജിസ്റ്റ്, ടൂറിസ്റ്റുകളൊക്കെ ഇതിൽ പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഒരാളെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ചാൾസ് ഡാർവിൻ, a naturalist, best known for his contribution to the science of evolution with his book on the origin of species, is an example of a person with a high naturalistic intelligence. ഒരേ ഒരു എക്സാമ്പിൾ മാത്രമേ ഇതെന്ന് പറയുന്നുള്ളൂ, ചാൾസ് ഡാർവിൻ. ഇനി 9ാമത്തെ, 7 ആദ്യം വന്നു, 8ാമത്തെ നാച്ചുറാലിസ്റ്റിക് ആഡ് ചെയ്തു, then 9ാമത്തെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. Added existential intelligence as 9th, which refers to sensitivity and capacity to tackle deep questions beyond sensory data about human existence, such as meanings of one life. ഹ്യൂമൻ എക്സിസ്റ്റൻസ്, മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിനെ പറ്റിയിട്ട്, ഒരാളുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, അത് കണ്ടെത്താനുള്ള എബിലിറ്റി ഉള്ളവരെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് കാറ്റഗറിയിൽ പെടുത്താം. ഇറ്റ് കൺസേൺസ് ബിഗ് പിക്ചർ ഇൻ ലൈഫ് ആൻഡ് അൾട്ടിമേറ്റ് ട്രൂത്ത് ഓഫ് ലൈഫ്. കണ്ടോ, കോസ്മോളജിസ്റ്റ്, ഫിലോസഫേഴ്സ് ഒക്കെ ഈ ഒരു ആസ്പെക്ട് ഓഫ് ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോ 2ാമത്തെ തിയറിയും പറഞ്ഞു കഴിഞ്ഞു, റിപ്പീറ്റ് അടിക്കുന്നില്ല, നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കേട്ടാ. സ്റ്റേൺബർഗ് ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ ആണല്ലോ? ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, അവരൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്. ഇതിൽ 3 കാറ്റഗറി ട്രയാർക്കി ഉണ്ട്. ട്രൈ എന്ന് പറയുമ്പോൾ എന്താ? 3 കാറ്റഗറി ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. ട്രയാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ്: കോമ്പോണൻഷ്യൽ ഓർ അനാലിറ്റിക്കൽ, എക്സ്പീരിയൻഷ്യൽ ഓർ ക്രിയേറ്റീവ്, കോണ്ടെക്സ്റ്റുവൽ ഓർ പ്രാക്ടിക്കലി. ഇപ്പൊ കണ്ടോ, കോമ്പോണൻഷ്യലി മെറ്റാ കോമ്പോണൻസ്, പെർഫോമൻസ്, നോളജ് അക്വിസിഷൻ. എക്സ്പീരിയൻഷ്യലി നോവൽറ്റി, ഓട്ടോമേഷൻ. കോണ്ടെക്സ്റ്റുവലിലെ അഡാപ്റ്റേഷൻ, സെലക്ഷൻ, ഷേപ്പിംഗ്. അങ്ങനെ 3 ഈ ഒരു ചാപ്റ്റർ പഠിക്കുക. കോമ്പോണൻഷ്യൽ എന്ന് പറയുമ്പോൾ എബിലിറ്റി ടു ബ്രേക്ക് ഡൗൺ ദ പ്രോബ്ലം ഇൻ ടു കോമ്പോണൻസ് ആൻഡ് അനലൈസ് തിങ്സ് ഫോർ പ്രോബ്ലം സോൾവിങ്. എന്താണ്? ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കോമ്പോണൻസ് ആക്കും, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യും. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇന്റേണൽ മെക്കാനിസം യൂസ്ഡ് ഇൻ പ്രോബ്ലം സോൾവിങ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് as being ബുക്ക് സ്മാർട്ട്. നമ്മൾ ഈ പുസ്തക പുഴുക്കൾ എന്ന് പറയില്ലേ, അതാണ് ബുക്ക് സ്മാർട്ട്. അപ്പൊ അവരെടുത്ത് അവര് പഠിച്ച കാര്യങ്ങൾ മാത്രമേ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുതിയതായിട്ട് അവര് എക്സ്പ്ലോർ ചെയ്യലൊന്നുമില്ല. അവര് പഠിച്ചതുണ്ട് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. Analytical intelligence or academic problem solving skills consists of 3 components such as meta components, performance components and knowledge acquisition components. അതിൽ തന്നെ 3 എണ്ണം ഉണ്ട്. മെറ്റാ കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്താ? എക്സിക്യൂട്ടീവ് പാർട്ടാണ്. മറ്റ് 2 കോമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ മെറ്റാ കോമ്പോണന്റ് ആണ്. അതായത് പെർഫോമൻസ് കോമ്പോണന്റും നോളജ് അക്വിസിഷനും. ഇതിനെ 2നെയും കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? മെറ്റാ കോമ്പോണൻസ് ആണ്. അതായത് മോണിറ്റർ ചെയ്യാണ്, നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സുകളെ മോണിറ്റർ ചെയ്യുന്നതാണ് എന്ത്? മെറ്റാ കോമ്പോണൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് കോമ്പോണൻസ് ഹെൽപ്പ് ഇൻ പെർഫോമിംഗ് എ ടാസ്ക് ഓർ സോൾവിംഗ് എ പ്രോബ്ലം. ദസ് ഇറ്റ് യൂസസ് അറ്റൻഷൻ, കോഡിംഗ്, മെമ്മറി. നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ പെർഫോമൻസ് കോമ്പോണൻസ് ആണ്. ഇനി നോളജ് അക്വിസിഷൻ ഉണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു നോളജ് അക്വയർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് യൂസസ് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബുക്ക് സ്മാർട്ട് ആണ്, പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും,
ഒരു ടാസ്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഇതൊക്കെ എന്താണ്? കോമ്പോണൻഷ്യൽ അനാലിറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. ഇനി അടുത്തത് എക്സ്പീരിയൻഷ്യൽ ഓർ ക്രിയേറ്റീവ് ആണ്. അത് ആ പേരിൽ തന്നെ ഉണ്ട്, കുറച്ചും കൂടി ക്രിയേറ്റീവ് ആണ്. കണ്ടോ, ഓട്ടോമേഷൻ ആൻഡ് നോവൽറ്റി ആണ് ഇതിലെ കോമ്പോണൻസ് പറയുന്നത്. എക്സ്പീരിയൻസ് ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. എന്തായിരിക്കും? ഇവരെ പ്രോബ്ലംസ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡൈവേർജൻ തിങ്കിങ് ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. കാരണം എന്താ? ക്രിയേറ്റിവിറ്റി ആണ്. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ ഇവർ കൊണ്ടുവരും. Automation means some aspect of information processing are automated. They do not require much attention, effort or energy. അവർക്ക് വല്ലാണ്ട് അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് അധികം എഫേർട്ട് എടുക്കാതെ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. ഓട്ടോമേഷൻ ആണ്. They can run parallel to other processes. ഒരേ കാര്യം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും. And this enables the individual to use cognitive resources for coming up with novel and new ideas. കണ്ടോ, ആ പേര് തന്നെ ഉണ്ട്, ക്രിയേറ്റീവ്. കണ്ടോ, അത് ആലോചിച്ച് വെക്കാം. ന്യൂ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാം, നോവൽ ഐഡിയാസ്, ഓട്ടോമേഷൻ, എഫേർട്ട് കുറവായിരിക്കും, അറ്റൻഷൻ അധികം വേണ്ട, എനർജി അധികം ചെലവാകുന്നില്ല, അല്ലാതെ തന്നെ എന്ത് ചെയ്യും? ഇവര് പ്രോബ്ലം സോൾവ് ചെയ്യും. അങ്ങനെയുള്ളവര് എക്സ്പീരിയൻഷ്യൽ ഓർ ക്രിയേറ്റീവ് ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. ഇനി അടുത്തത് കോണ്ടെക്സ്റ്റുവൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. പേരിൽ തന്നെ ഉണ്ട് പ്രാക്ടിക്കൽ. കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നില്ലേ? പ്രാക്ടിക്കൽ refers to the ability to use information function effectively in life. കണ്ടോ, ഇഫക്റ്റീവ്ലി നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവര് സൊല്യൂഷൻ കണ്ടെത്തും. ഇവർക്ക് അധികം ഒന്നും ആലോചിക്കേണ്ടി വരും. ഇവര് സ്ട്രീറ്റ് സ്മാർട്ട് ആണ്. നേരത്തെ നമ്മൾ ആദ്യത്തേത് പറഞ്ഞ എന്താ? പുസ്തകം പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവര് സ്ട്രീറ്റ് സ്മാർട്ട് ആണ്. ഇവര് അങ്ങനെ കട്ടയ്ക്ക് മറുപടി പറയാന്ന് പറയില്ലേ? അവരുടെ അടുത്ത് ഒരു സൊല്യൂഷൻ എടുത്തു വച്ച പോലെ ഉണ്ടായിരിക്കും. കോമൺ സെൻസ് പറയും. കണ്ടോ, ബീങ് ഹൈ ഓൺ common sense. It is the ability to understand and deal with the everyday situation and even successfully. It is the ability to adapt, adjust and change depending on the context requirements. സാഹചര്യത്തിനകത്ത് ജീവിക്കാൻ ഇവർക്ക് അറിയാം. അതാണ് സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഇവർ ഏത് അവസ്ഥയിൽ കൊണ്ടുപോയിട്ടാലും ഇവർ അവിടുന്ന് പിടിച്ചെടുത്ത് വരും. Thus they can handle real life problems. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് ഇന്റലിജൻസ് ഉള്ളവരാണെന്ന് പറയാം? കോണ്ടെക്സ്റ്റുവൽ ഓർ പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. അപ്പൊ 3 തിയറി ഇപ്പൊ പറഞ്ഞു. ഓക്കെ ആണല്ലോ? 3 ഈ 3 നിങ്ങൾ നോക്കിയാൽ മതി. അതിലല്ലാത്തത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ വിടാം. 5 അറ്റൻഡ് ചെയ്യുള്ളൂ. 5 നമുക്ക് എഴുതാനായിട്ടുള്ളത് ഉണ്ടായിരിക്കും. ഈ 3 നോക്കുക. ഓക്കെ ആണല്ലോ? ഇനി 5ാമത്തെ ചാപ്റ്റർ പറയുന്നുണ്ട് അസസ്മെന്റ് ഓഫ് ഇന്റലിജൻസ് ആണ്. ഇതിൽ വരുന്നത് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ആണ് ചോദിക്കാം. ഇന്റലിജൻസ് ടെസ്റ്റ് ചോദിക്കാം. അപ്പൊ അതിൽ ഇൻഡിവിജ്വൽ ടെസ്റ്റും ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റും ഉണ്ട്. അപ്പൊ ആ ഒരു ടോപ്പിക് മാത്രം ഇതിൽ പഠിച്ചാൽ മതി. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? ഇന്റലിജൻസിന്റെ അസസ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ അതിന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയണം. അസസ്മെന്റ് ഓഫ് ഇന്റലിജൻസ് പറയുന്നത് എന്താ? മോസ്റ്റ് ഹൈലി റിസർച്ച് ടോപ്പിക്സ് ഇൻ സൈക്കോളജി ആൻഡ് കോൺസിക്വന്റ്ലി എ നമ്പർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ്. ഒരുപാട് ഇന്റലിജൻസ് ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? നമ്മുടെ സൈക്കോളജി ആയാലും അല്ലെങ്കിൽ വേറെ ഏതായിക്കോട്ടെ, കൂടുതലും സൈക്കോളജിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇന്റലിജൻസിന്റെ അസസ്മെന്റ് ഒരുപാടെണ്ണം ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. വിച്ച് ആർ ബേസ്ഡ് ഓൺ എ സ്പെസിഫിക് തിയറി ഓഫ് ഇന്റലിജൻസ്. അപ്പൊ ഇന്റലിജൻസ് തിയറീസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷർമെന്റ് ടൂൾസുകൾ വന്നിട്ടുള്ളത്. അസസിംഗ് ഇന്റലിജൻസ് ഹാസ് ഇംപ്ലിക്കേഷൻസ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ഏരിയ, സ്പെസിഫിക്കലി ഫോർ എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ് ആൻഡ് കരിയർ റിക്വയർമെന്റ്സ്. അപ്പൊ അതിലെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ 2 രീതിയിൽ. മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വലും ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റും ഉണ്ട്. ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ എന്താ? ഓരോരുത്തരെ ഇരുത്തി ചെയ്യിപ്പിക്കുക. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ചിലപ്പോൾ 10 ആളുണ്ടായിരിക്കും, ചിലപ്പോൾ 50 ആളുണ്ടായിരിക്കും, 100 ആളുണ്ടായിരിക്കും. ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. ഇനി നേച്ചർ ഓഫ് ടെസ്റ്റ് ഐറ്റംസ്. ടെസ്റ്റ് ഐറ്റംസിനെ ബേസ് ചെയ്തിട്ട് വെർബൽ ഉണ്ട്, നോൺ വെർബൽ ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ 3 ടൈപ്പാണ് ടെസ്റ്റ് ഐറ്റംസ് ബേസിലുള്ള ഇന്റലിജൻസ് ടെസ്റ്റുകൾ. അപ്പൊ ഈ ഒരു സംഭവം വരയ്ക്കാം. ഓക്കെ, ഇതിന് ഒരു ടേബിൾ പോലെ വരച്ചാലും മതി. മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ബേസിലാണെങ്കിൽ ഇൻഡിവിജ്വൽ, ഗ്രൂപ്പ്. ടെസ്റ്റ് ഓഫ് ഐറ്റംസിന്റെ നേച്ചർ ആണെന്നുണ്ടെങ്കിൽ വെർബൽ, നോൺ വെർബൽ, പെർഫോമൻസ്. അപ്പൊ അതിലെ ഇൻഡിവിജ്വൽ ടെസ്റ്റ്. അപ്പൊ അതിൽ ആദ്യം തന്നെ സ്റ്റാൻഫോർഡിന്റെ ബൈനർ സ്കെയിൽ പറയുന്നുണ്ട്. സ്റ്റാൻഫോർഡ് ബൈനർ സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്.
അമേരിക്കൻ വേർഷൻ ആണ് ഇൻക്ലൂഡഡ് എ നമ്പർ ഓഫ് ഓൾ ടുഗദർ ന്യൂ ഐറ്റംസ് ആൻഡ് സം ഓൾഡ് ഐറ്റംസ് വിച്ച് വർ റിവൈസ്ഡ്. പഴയ ഐറ്റംസ് കൂടെ റിവൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഇത് റീസ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ, രണ്ടാമത്തെ വട്ടം റീസ്റ്റാൻഡേർഡൈസ് ചെയ്തത് അമേരിക്കൻ സാമ്പിൾസിലായിരുന്നു, 1000 കുട്ടികളിലായിരുന്നു, പിന്നെ 1000 ചിൽഡ്രനിലും പിന്നെ 400 അഡൾട്ടിലും. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് റീസ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ളത്. The fifth version of Stanford Binet Scale SB5 was released in 2003. 2003 അതിന്റെ SB5 അഞ്ചാമത്തെ വേർഷൻ റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ അമേരിക്കൻ വേർഷനിൽ എന്താണ്, ന്യൂ ഐറ്റംസ് ഉണ്ട്, പഴയ ഐറ്റംസ് ഉണ്ട്. അപ്പൊ റിവൈസ് ചെയ്തതാണ്. എന്റെ സ്കെയിൽ എന്ന് പറയുന്നത് റീസ്റ്റാൻഡേർഡൈസ് ചെയ്തത് അമേരിക്കൻ സാമ്പിളിലാണ്, 1000 ചിൽഡ്രനും പിന്നെ 400 അഡൾട്ട്സിലും. ഇനി SB5 പറയുന്നത് 2003 വന്നത്. SB5 മോഡൽ എന്ന് പറയുന്നത് എന്താണ്, 5th എഡിഷൻ SB5 ആണ്. കൺസിസ്റ്റ് ഓഫ് 10 സബ് ടെസ്റ്റുകൾ ഉണ്ട് ഫോർ അസസിംഗ് ദ ഇന്റലക്ച്വൽ ആൻഡ് കോഗ്നിറ്റീവ് എബിലിറ്റീസ്. ഇറ്റ് അസസസ് 5 കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ് സച്ച് ആസ് ഫ്ലൂയിഡ് റീസണിംഗ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസിംഗ് ആൻഡ് വർക്കിംഗ് മെമ്മറി. എന്താണ് 5 ഫാക്ടേഴ്സ് പറഞ്ഞത്? ഫ്ലൂയിഡ് റീസണിംഗ്, നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസിംഗ്, വർക്കിംഗ് മെമ്മറി. ഈ 5 ഫാക്ടേഴ്സ് ആണ് 10 സബ് ടെസ്റ്റുകളായിട്ട് മെഷർ ചെയ്യുന്നത്. ഈച്ച് കോഗ്നിറ്റീവ് ഫാക്ടർ ഈസ് മെഷർഡ് ബൈ 2 സബ് ടെസ്റ്റ്. കണ്ടോ, 10 ഉണ്ട്. അപ്പൊ ഓരോന്നിനും 2 സബ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫ്ലൂയിഡ് റീസണിങ്ങിന് 2 എണ്ണം, നോളജിന് 2 എണ്ണം, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്ങിന് 2 എണ്ണം, വിഷ്വൽ സ്പേഷ്യൽ പ്രോസസിങ്ങിന് 2 എണ്ണം, വർക്കിംഗ് മെമ്മറിക്ക് 2 എണ്ണം. SB5 is suitable for use with the children from the age of 2 years to adult of 85 years. കാരണം ആദ്യമേ പറഞ്ഞു എന്താണ്, 1000 ചിൽഡ്രനും 400 അഡൾട്ടും ആണ്. അപ്പൊ 2 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു SB5 യൂസ് ചെയ്യാം. സ്കെയിൽ വാസ് സ്റ്റാൻഡർഡൈസ്ഡ് ഓൺ എ സാമ്പിൾ ഓഫ് 4,800 individuals of United States stratified by gender, ethnic, regional and educational level based on the 2000 census. 4800 പേരിലാണ് എന്ത് SB5 സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഈ ഒരു സ്കെയില് പുറത്തിറക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യും. 4800 പേർക്കാണ് ഇത് ടെസ്റ്റ് ചെയ്തത്. എന്നിട്ട് ഒരു ഒരു വാല്യൂ കിട്ടും, അത് സ്കെയിൽ ചെയ്ത് വെക്കും. റേഞ്ച് ഇപ്പൊ നമ്മള് ഷുഗറിന് ഒരു റേഞ്ച് ഇട്ടിട്ടില്ലേ, ഫാസ്റ്റിംഗ് എത്രയാണ്, 70 to 110 അല്ലെ, 70 to 110, അങ്ങനെ ഒരു റേഞ്ച് സെറ്റ് ചെയ്യും. അതാണ് ഈ സ്റ്റാൻഡർഡൈസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ 4800 പേരില് ആണ് ആദ്യം ഈ ഒരു സ്കെയിൽ ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണ്. അപ്പൊ സ്റ്റാൻഫോർഡ് ബൈനറ്റ് മനസ്സിലായോ? പറഞ്ഞേ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അടുത്ത് പറയാണേ. വെഷ്ലർ സ്കെയിൽസ്. വെഷ്ലർ സ്കെയില് ഡെവലപ്പ് ചെയ്തത് ഡേവിഡ് വെഷ്ലർ ആണ്. 3 സ്കെയിൽസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ഫോർ അഡൾട്ട്സ്, 1 ഫോർ സ്കൂൾ ഏജ് ചിൽഡ്രൻസ് ആൻഡ് 1 ഫോർ പ്രീ സ്കൂൾ ചിൽഡ്രൻ. അഡൾട്ടിന്, സ്കൂൾ ഏജ്, പ്രീ സ്കൂൾ ചിൽഡ്രൻ, അങ്ങനെ 3 സ്കെയിലുകളാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ജനറൽ ഇന്റലിജൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ദേ ആർ ഓൾസോ യൂസ്ഫുൾ ഇൻ സൈക്യാട്രിക് ഡയഗ്നോസിസ്. സൈക്യാട്രിക് ഡയഗ്നോസിസിൽ യൂസ്ഫുൾ ആണ്. കാരണം ഇത് വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റലിജൻസിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റും. കാരണം പല റേഞ്ചിലുള്ളതുണ്ട്. അഡൾട്ടിനുണ്ട്, സ്കൂൾ ഏജ് ചിൽഡ്രൻ ഉണ്ട്, പ്രീ സ്കൂൾ ചിൽഡ്രൻ ഉണ്ട്. ഇനീഷ്യലി വെഷ്ലർ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഡെവലപ്പിംഗ് എ സ്കെയിൽ ടു മെഷർ ഇന്റലിജൻസ് ഇൻ അഡൾട്ട്. അപ്പൊ ആദ്യം അഡൾട്ടിന്റെ സ്കെയില് ഡെവലപ്പ് ചെയ്യുന്നതിൽ മാത്രമായിരുന്നു ഇൻട്രസ്റ്റ്. He went through the available scales. He realized that in these parts, particularly in the Stanford Binet, സ്റ്റാൻഫോർഡ് ബൈനറ്റില് ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് the test items were not suitable for adult. ആ ടെസ്റ്റ് അഡൾട്ടിന് സ്യൂട്ടബിൾ ആയിരുന്നില്ല. മാനിപ്പുലേഷൻ ഓഫ് വേർഡ്സ് വേർ ഓവർ എംഫസിസ്ഡ്. ചില വേർഡ്സുകൾ കൂടുതലായിട്ട് ഇങ്ങനെ ഓവർ എംഫസൈസ് ചെയ്യുന്നുണ്ട്. സ്പീഡ് ഓഫ് പെർഫോമൻസ് ഓവർ എംഫസിസ്ഡ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ആക്യുറസി. ഈ പെർഫോമൻസിന്റെ സ്പീഡ് അതിന്റെ ഫോക്കസ് കൊടുക്കുന്നത് എവിടെയാണ്? ആക്യുറസിയിലാണ്. അതിന്റെ ആക്യുറസിക്ക് കൂടുതലായിട്ട് സ്പീഡ് ഓഫ് പെർഫോമൻസ് എംഫസൈസ് ചെയ്യുന്നുണ്ട്. മെന്റൽ ഏജ് നോംസ് ദാറ്റ് വെർ യൂസ്ഡ് വെർ നോട്ട് റെലവന്റ് ടു അഡൾട്ട് സെറ്റിംഗ്. അഡൾട്ട് ടെസ്റ്റിംഗ് അഡൾട്ടിന് ടെസ്റ്റ് ചെയ്യുന്ന പറ്റുന്ന തരത്തിലായിരുന്നില്ല അതിന്റെ മെന്റൽ ഏജ് നോംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
മെന്റൽ ഏജ് നോംസ് എന്ന് പറയുമ്പോൾ നോംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് ഷുഗറിന് ഒരു റേഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 70 to 110 ഫാസ്റ്റിംഗ്. അപ്പൊ ഈ നോംസ് എന്ന് പറയുന്നത് അതാണ്. ഈ മെന്റൽ ഏജ് നോംസ് സെറ്റ് ചെയ്തിട്ട് വെച്ചത് അഡൾട്ട് ടെസ്റ്റിങ്ങിന് റെലവെന്റ് ആയിരുന്നില്ല. അങ്ങനെ 4 കുറവുകളാണ് സ്റ്റാൻഫോർഡ് ബൈനറ്റിലെ വെഷ്ലർ കണ്ടെത്തിയത്. അപ്പൊ അതൊക്കെ ആ കുറവുകളൊക്കെ നികത്തിക്കൊണ്ടാണ് വെഷ്ലർ എന്ത് ഡെവലപ്പ് ചെയ്തത്? വെഷ്ലർ ബെലവ്യൂ ഇന്റലിജൻസ് സ്കെയില് ഡെവലപ്പ് ചെയ്തത്. കണ്ടോ? ഇപ്പൊ സ്പെസിഫിക്കലി ഫോർ അഡൾട്ടിനായി ആഡഡ് പെർഫോമൻസ് ഐറ്റംസ് ടു ബാലൻസ് വെർബൽ ഐറ്റംസ്. വെർബൽ ഐറ്റംസ് മാത്രമായിരുന്നു എന്തിലുണ്ടായിരുന്നത്? സ്റ്റാൻഫോർഡ് ബൈനറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അത് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പെർഫോമൻസ് ടെസ്റ്റും കൂടെ ആഡ് ചെയ്തു. റെഡ്യൂസ്ഡ് ദ എംഫസിസ് ഓൺ സ്പീഡ് ഓഫ് പെർഫോമൻസ്. സ്പീഡ് ഓഫ് പെർഫോമൻസ് അത് കുറച്ചു. സ്പീഡ് ഇല്ലാതെ ഒരു ഒപ്റ്റിമൽ സ്പീഡിൽ ചെയ്യാനുള്ള ടെസ്റ്റുകളായിരുന്നു ഇതിൽ കൊണ്ടുവന്നത്. ആൻഡ് റിപ്ലേസ്ഡ് മെന്റൽ ഏജ് വിത്ത് ഡീവിയേഷൻ ഐക്യു. മെന്റൽ ഏജിനെ എന്ത് റിപ്ലേസ് ചെയ്തു? ഡീവിയേഷൻ ഐക്യു ആയിട്ട് റിപ്ലേസ് ചെയ്തു. He invented a new age relative formula, IQ equal to attained or actual score divided by expected mean score for age. IQ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെയാണ് കണ്ടെത്തിയത്. അതായത് ആക്ച്വൽ സ്കോർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന സ്കോർ ഡിവൈഡഡ് ബൈ എക്സ്പെക്ടഡ് മീൻ സ്കോർ ഫോർ ഏജ്. ഏജിനനുസരിച്ച് ഒരു മീൻ സ്കോർ ഉണ്ടായിരിക്കും, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് IQ കണ്ടെത്തിയിരുന്നത്. അപ്പൊ വെഷ്ലർ പ്രിപ്പയർ ചെയ്തത് വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ വിസ്ക്, which was meant to measure intelligence of children 6 to 16. 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിസ്ക് ഉണ്ട്. പിന്നെ WPPSI, അതായത് പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിലാണ്, 4 മുതൽ 6 വയസ്സ് വരെയുള്ള 6.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. പിന്നെ 5ാമത്തെ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. വെഷ്ലർ ബെലവി is available in the name of WAIS 4. WAIS 4 2012. വെഷ്ലർ സ്കെയിൽ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് വെർബൽ ആൻഡ് പെർഫോമൻസ് സബ് ടെസ്റ്റ്. വെർബൽ ഉണ്ട്, പെർഫോമൻസ് സബ് ടെസ്റ്റുകൾ ഉണ്ട്. സബ് ടെസ്റ്റ് ആർ കോർ ടെസ്റ്റ് ആൻഡ് അതേഴ്സ് ആർ സപ്ലിമെന്റ്. സബ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോർ ടെസ്റ്റുകളാണ്. ബാക്കിയുള്ളത് അതിന്റെ താഴേക്കായിട്ട് വരുന്ന ടെസ്റ്റുകളാണ്. ദീസ് സബ് ടെസ്റ്റ് ടുഗദർ ക്യാൻ പ്രൊവൈഡ് എ വെർബൽ IQ സ്കോർ, പെർഫോമൻസ് IQ ആൻഡ് എ ഫുൾ സ്കെയിൽ IQ സ്കോർ. ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെർബൽ IQ കിട്ടും, പെർഫോമൻസ് IQ കിട്ടും, ഫുൾ സ്കെയിൽ IQ നമുക്ക് കണ്ടെത്താം. ഇതാണ് വെഷ്ലർ സ്കെയിൽ പറയുന്നത്. ഇനി അടുത്ത സ്കെയിൽ എന്ന് പറയുന്നത് കോഫ്മാൻ സ്കെയിലാണ്. കോഫ്മാൻ ആൻഡ് കോഫ്മാൻ in the 1980s and 1990 developed 3 scales. 3 സ്കെയിലുകളാണ് ഡെവലപ്പ് ചെയ്തത്. അത്ര ഏരിയ മതി. കോഫ്മാൻ അസസ്മെന്റ് ബാറ്ററി ഫോർ ചിൽഡ്രൻ, പിന്നെ അടുത്തത് കോഫ്മാൻ അഡോളസൻസ് ആൻഡ് അഡൽട്ട് ഇന്റലിജൻസ് ടെസ്റ്റ്, കോഫ്മാൻ ബ്രീഫ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഈ 3 പേരുകൾ ഇത്. അതായത് ഇത് ഡിസൈൻ ചെയ്തത് എന്തിനാണ്? ദീസ് ഡിസൈൻസ് ടു ഇൻക്ലൂഡ് ഡെവലപ്മെന്റിലെ അപ്രോപ്രിയേറ്റ് ടാസ്ക് ആങ്കേർഡ് ഇൻ തിയറീസ് ഓഫ് ഇന്റലിജൻസ്. തിയറീസ് ഓഫ് ഇന്റലിജൻസ് പറഞ്ഞിട്ടുള്ള ടാസ്കുകൾ അത് മെഷർ ചെയ്യാനായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 3 എണ്ണം. ഏതൊക്കെയാണ്? ചിൽഡ്രന് വേണ്ടിയിട്ട് കോഫ്മാൻ അസസ്മെന്റ് ബാറ്ററി, അഡൾട്ടിന് വേണ്ടിയിട്ട് അഡോളസെൻസിനും അഡൾട്ടിനും വേണ്ടിയിട്ട് ഏതാണ്? കോഫ്മാൻ അഡോളസെന്റ് ആൻഡ് അഡൾട്ട് ഇന്റലിജൻസ് ടെസ്റ്റ്, കോഫ്മാൻ ബ്രീഫ് ഇന്റലിജൻസ് ടെസ്റ്റ്. അങ്ങനെ 3 സ്കെയിലുകളാണ് കോഫ്മാൻ ആൻഡ് കോഫ്മാൻ ടെസ്റ്റിൽ പറയാനുള്ളത്. ഇനി ദാസ്-നഗ്ലിയേരി കോഗ്നിറ്റീവ് അസസ്മെന്റ് സിസ്റ്റം, DNCAS. DNCAS was published in the late 1990s. The CAS comprises several verbal as well as non-verbal subtests to measure 4 basic cognitive processes, namely planning, attention, simultaneous processing and successive processing. അതായത് പാസ്റ്റ് തിയറി ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്? CAS പാസ്റ്റ് തിയറി. 3ാമത്തെ ചാപ്റ്ററിലുണ്ട് കേട്ടോ. അത് നാളെ ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. പാസ്റ്റ് തിയറി ബേസിലാണ് എന്ത് ഈ ഒരു ടെസ്റ്റ് വന്നിട്ടുള്ളത്. 4 കോഗ്നിറ്റീവ് പ്രോസസ്സുകളാണ് മെഷർ ചെയ്യുന്നത്. പ്ലാനിങ്, അറ്റൻഷൻ, സൈമൾട്ടേനിയസ് പ്രോസസിംഗ്, സക്സസീവ് പ്രോസസിംഗ്. ദീസ് പ്രോസസ്സ് ആർ ബിലീവ്ഡ് ടു ഇൻവോൾവ് ഇൻ ലേണിംഗ് ബട്ട് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് സ്കൂളിംഗ്. ഇതെന്താണ്? ലേണിംഗിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടെസ്റ്റ് വെച്ചിട്ട് കണ്ടെത്തുന്നത്. അത്രയും നോക്കിയാൽ മതി. ഇപ്പൊ ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ എത്ര എണ്ണം പറഞ്ഞു? സ്റ്റാൻഫോർഡ് ബൈനറ്റ്, അതിൽ തന്നെ SB5, വെഷ്ലർ ഇന്റലിജൻസ് സ്കെയില്. അപ്പൊ അതിൽ തന്നെ കുറെ കാറ്റഗറീസ് വരുന്നത് പറയാ. കോഫ്മാനിൽ 3 എണ്ണം വരുന്നുണ്ട്. പിന്നെ പാസ്റ്റ് തിയറി ബേസില് DNCAS. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അടുത്തത് ഗ്രൂപ്പ് ടെസ്റ്റുകൾ. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, മോർ ദാൻ 1 person അറ്റ് സെയിം ടൈം. നമുക്ക് 10, 50, 100 എത്ര വേണമെങ്കിലും ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യാം. ഒരു 100 ആൾക്കാരെ എടുത്തിട്ട് ക്വസ്റ്റ്യനേഴ്സ് കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇത് ആൻസർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവർ ചെയ്യും?
ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്. ദസ് എ ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റ് അലൗസ് us for testing intelligence of several person may be hundreds at a time quickly and efficiently. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഫീച്ചേഴ്സ് നോക്കണമെന്നില്ല, ഗ്രൂപ്പ് ടെസ്റ്റ് മാത്രം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് വരുന്നുള്ളൂ. അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്താണ്? പ്രൈമർലി ഫോർ മാസ് ടെസ്റ്റിംഗ് ആണ്, ഒരുപാട് വലിയ മാസ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. ദ ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റ് ടു എ നമ്പർ ഓഫ് പേഴ്സൺ. ഗ്രൂപ്പ് സെറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എക്സാമിനേഴ്സ് റോള് സിംപ്ലിഫൈഡ് ആണ്, എളുപ്പമാണ്, ഓരോരുത്തരുടെ അടുത്ത് പോയിരുന്നിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺ ദ അതർ ഹാൻഡ് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ലൈക്ക് സ്റ്റാൻഫോർഡ്, ബൈനറ്റ്, വെസ്റ്റ്ലർ, ദ എക്സാമിനർ ഹാസ് ടു ഹാവ് എക്സ്റ്റെൻസീവ് ട്രെയിനിങ്. അതിന് വേണ്ട ട്രെയിനിങ്ങും കൂടെ ആർക്ക് വേണം? എക്സാമിനറിന് ഉണ്ടായിരിക്കണം. സ്കോറിംഗ് ഒബ്ജക്റ്റീവ് ആയിരിക്കും ആൻഡ് സിമിലർ ഇൻ കമ്പാരിസൺ ടു ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ഈസി ടു ഒബ്റ്റെയിൻ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വിത്ത് ഗ്രൂപ്പ് ടെസ്റ്റ്. ദേ പ്രൊവൈഡ് ബെറ്റർ എസ്റ്റാബ്ലിഷ്ഡ് നോംസ്. എന്താണ്? നമുക്ക് പെട്ടെന്ന് തന്നെ വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെയാണ് 4 അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ഓപ്പർച്യൂണിറ്റി ടു എസ്റ്റാബ്ലിഷ് റാപ്പോർട്ട് വിത്ത് എക്സാമിനേഴ്സ്. 100 പേരുണ്ടെങ്കിൽ അവരായിട്ട് റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അല്ലെ. നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? റാപ്പോർട്ട് ബിൽഡ് ചെയ്യും അല്ലെ. എവിടെ നിന്ന്, എന്താണ് പേര്, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കും. ഈ ഗ്രൂപ്പ് ടെസ്റ്റില് അത് പോസിബിൾ അല്ല, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ആൻഡ് പർട്ടിക്കുലർലി ദോസ് ഹാവ് മോട്ടിവേഷണൽ പ്രോബ്ലംസ് ഓർ ഡിഫിക്കൽറ്റി ഇൻ ഫോളോയിങ് ഡയറക്ഷൻ മേ സ്കോർ ഫാർ ബിലോ ദയർ പ്രോബിലിറ്റി. പർട്ടിക്കുലർലി ആരായിട്ട്? മോട്ടിവേഷണൽ പ്രോബ്ലംസ് ഉള്ളവരായിട്ട് നമുക്ക് തീരെ റാപ്പോർട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം? സ്കോർ ചിലപ്പം കുറയാനുള്ള സാധ്യത ഉണ്ട്. ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ലാക്സ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. കാരണം എന്താണ്? എല്ലാത്തിനും ആൻസർ ചെയ്യാനായിട്ട് ഒരു നിർബന്ധിതരാണ്. നമ്മൾ ആദ്യമേ പറയും എല്ലാതും ആൻസർ ചെയ്യണം. അപ്പൊ അവർക്ക് അവരാ ഒരു അറ്റൻഡ് ചെയ്യാനുള്ള എബിലിറ്റീനെ നമ്മൾ നോക്കുന്നില്ല, ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ആൻഡ് ഇഫ് ദർ ആർ ടു മെനി ഈസി ഓർ ഡിഫിക്കൽട്ട് ഐറ്റംസ് ദ എക്സാമിനർ മേ ഫീൽ ബോർഡ് ഓർ ഫ്രസ്ട്രേറ്റഡ് റെസ്പെക്റ്റീവ്ലി. കണ്ടോ? ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബോർ അടിക്കും, ഫ്രസ്ട്രേറ്റഡ് ആവും. ഇൻവാലിഡ് സ്കോർസ് ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നിരിക്കാം. പിന്നെ ടെസ്റ്റുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ ആപ്റ്റിറ്റ്യൂഡ് ബാറ്ററി, കോഗ്നിറ്റീവ് എബിലിറ്റീസ് ടെസ്റ്റ്, കൾച്ചർ ഫെയർ ഇന്റലിജൻസ് ടെസ്റ്റ്, റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്. ഇതാണ് ഗ്രൂപ്പ് ഇന്റലിജൻസ് ടെസ്റ്റിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. പിന്നെ അടുത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ പറയുന്നുണ്ട്. വെർബൽ എന്ന് പറയുമ്പോൾ എന്താണ്? പേര് പോലെ തന്നെ ലാംഗ്വേജ് റിക്വയർഡ് ആണ്. കാരണം എന്താണ്? സക്സസ്ഫുൾ പെർഫോമൻസ് വേണമെങ്കിൽ ലാംഗ്വേജ് അത്യാവശ്യമാണ്. വെർബൽ ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി ടു കോംപ്രിഹെൻഡ് ആൻഡ് സോൾവ് ലാംഗ്വേജ് ബേസ്ഡ് പ്രോബ്ലംസ്. കാരണം വെർബൽ ഇന്റലിജൻസ് പറയുന്നത് എന്താണ്? കോംപ്രിഹെൻഡ് ആൻഡ് സോൾവ് ലാംഗ്വേജ് ബേസ്ഡ് പ്രോബ്ലംസ്. അതാണ് വെർബൽ ഇന്റലിജൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാംഗ്വേജിനെ പറ്റി അറിവുണ്ടായിരിക്കണം. പിന്നെ ദ വെഷ്ലർ സ്കെയിൽ, കോഫ്മാൻ സ്കെയിൽ, ഡാസ് നെഗ്ലിയേരി ടെസ്റ്റ്, ഓട്ടിസ് ക്വിക്ക് സ്കോറിംഗ് ഇന്റലിജൻസ് ടെസ്റ്റ്, മൾട്ടി ലെവൽ എബിലിറ്റി ടെസ്റ്റ്, ഇതൊക്കെ എന്താണ്? വെർബൽ കോമ്പോണൻസ് ഇതിലുണ്ട്. അതേപോലെ തന്നെ നോൺ വെർബൽ സബ് ടെസ്റ്റുകളും ഉണ്ട്. വെഷ്ലറിലൊക്കെ ഉണ്ട്. വെഷ്ലറിലൊക്കെ ബ്ലോക്ക് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. വെഷ്ലറൊക്കെ രണ്ടും കൂടല്ലോ. അതേപോലെ തന്നെ കോഫ്മാനിലും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പാസ് തിയറി ബേസിലുള്ള എല്ലാത്തിലും വെർബലും ഉണ്ട്, നോൺ വെർബൽ കോമ്പോണൻസും ഉണ്ട്. Non-verbal test of intelligence have the ability to analyze visual information and solve problems without necessarily using words. Non-verbal എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വേർഡ്സുകൾ യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. The earliest non-verbal performance test was the Swigin form board. Though several performance tests were developed in the early part of the 20th century, two of the more known tests were the cost block design test and the Porter's maze test. ഇതാണ് ആദ്യം വന്നത് സെഗിൻ ഫോം ബോർഡാണ്. പിന്നീട് എന്ത് ചെയ്തു? അതൊന്നും കൂടി ഡെവലപ്പ് ചെയ്ത് 20ാമത്തെ നൂറ്റാണ്ടിലെ 2 കൂടെ വന്നു. അതായത് കോസ്റ്റ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റും പിന്നെ അതുപോലെ തന്നെ പോർഷ്യസ് മേസ് ടെസ്റ്റും. അങ്ങനെ 2 പെർഫോമൻസ് ടെസ്റ്റുകളും കൂടെ വന്നു. ഇനി ഇഷ്യൂസ് ഇൻ ഇന്റലിജൻസ് ടെസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു സെന്റൻസ് പോലും ഒഴിവാക്കാനായിട്ടില്ല. പഠിക്കാൻ പറ്റുന്നവര് പഠിക്കും. അപ്പൊ ഇത്രയും മതി. ഇപ്പൊ നമ്മൾ 4-5 എടുത്തിട്ടുണ്ട്. ഓക്കെ, 4-5 ഇത്രയാണ് വരുന്നത്. ഈ 2 ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ ബാക്കി നാളെ എടുക്കാം. നാളെ മോർണിംഗില് 1, 2, 3 ചാപ്റ്റേഴ്സ് നോക്കാം. ഈവനിങ്ങില്
6, 9, 10 7ഉം 8ഉം സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ ഇന്ന് എടുത്തത് 4, 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്ന് പഠിക്കാം. നാളെ മോർണിംഗ് ഞാനൊരു 11 മണി ഒക്കെ ആകുമ്പോഴാണ് എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ അതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈവനിങ് ആവുന്നതിന് മുൻപ് നിങ്ങൾക്ക് ആ ഒരു 3 ചാപ്റ്റേഴ്സ് നോക്കാം. ആൻഡ് ഈവനിങ് ഇതേപോലെ ചോദിച്ചോളൂ. ഈ ഇഷ്യൂസ് ഇൻ ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എന്താണെന്ന് പറഞ്ഞുതരും ചുരുക്കി. ഏതാടാ ഇഷ്യൂസ് ഇഷ്യൂസ് ഇൻ ഇന്റലിജൻസ് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു പോകട്ടോ. ഇന്റലിജൻസ് ടെസ്റ്റ് ഹാവ് ബീൻ ഫൗണ്ട് ടു ബി യൂസ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് മെയിൻലി അക്കാഡമിക് അച്ചീവ്മെന്റ്. നമ്മൾ ഇന്റലിജൻസ് ടെസ്റ്റ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അക്കാഡമിക് അച്ചീവ്മെന്റ്. ഇപ്പൊ നമുക്കൊരു ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അറിയാം, ഈ ഇന്റലിജൻസ് ടെസ്റ്റ് വരുന്ന കുട്ടികൾ കൂടുതലും സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക അവരുടെ IQ ടെസ്റ്റ് ചെയ്യാനായിട്ട്. കൂടുതലും അക്കാഡമിക് അച്ചീവ്മെന്റ് അറിയാനായിട്ടാണ്, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടാണ് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ് ഫൈൻഡിങ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഹെൽപ് സ്റ്റുഡൻസ് ടു ഫൈൻഡ് ഔട്ട് ദെയർ ലെവൽ ഇൻ ഡിഫറെന്റ് മെന്റൽ എബിലിറ്റീസ്. ദിസ് മേ ഹെൽപ് ഡിസൈൻ ഫർദർ ട്രെയിനിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെമഡിയൽ പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റുഡൻസ്. അപ്പൊ ഇത് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് ഉപകാരം? അവരുടെ മെന്റൽ എബിലിറ്റീസ് മനസ്സിലാക്കാൻ, ഇനി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. ഫർദർ ട്രെയിനിങ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെമഡിയൽ പ്രോഗ്രാംസ് ഒക്കെ അവർക്ക് കൊടുക്കാം. കാരണം ഇത് ഡെവലപ്പ് ചെയ്യണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ട് വെച്ചെങ്കിൽ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. Given the benefits of intelligence testing, there is also issue of labeling a child based on the test findings. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞത് എന്താണ്? അതൊരു ബെനിഫിറ്റ് ആണ്. കാരണം ഒരു കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർക്ക് അത് മോഡിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. പക്ഷെ അതേപോലെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം എന്താണ്? ഈ കുട്ടീനെ ലേബൽ ചെയ്യും, ബുദ്ധി കുറവുള്ള കുട്ടിയാണ് എന്ന് ലേബൽ ചെയ്യും. അതാണ് അവിടുത്തെ ആദ്യത്തെ ഇഷ്യൂ. പറയുന്നത് എന്താണ്? ലാബലിംഗ് എ ചൈൽഡ് ബേസ്ഡ് ഓൺ ദ ടെസ്റ്റ് ഫൈൻഡിങ്സ്. ടെസ്റ്റ് ഫൈൻഡിങ്സ് ബേസ് ചെയ്തിട്ട് കുട്ടീനെ ലാബൽ ചെയ്യും. എ ചൈൽഡ് ഹു ഹാസ് നോട്ട് പെർഫോംഡ് വെൽ ഓൺ ഇന്റലിജൻസ് ടെസ്റ്റ് മേ ബി ലേബൽഡ് ആസ് എ ഡൾ ഓർ ഇൻകോമ്പിറ്റന്റ്. സച്ച് എ ചൈൽഡ് മേ ബി സ്റ്റിഗ്മാറ്റൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് ഇൻ സ്കൂൾ ആസ് വെൽ ആസ് ഇൻ ഫാമിലി. അപ്പൊ അങ്ങനെ ഒരു കുറവ് ആ കുട്ടിക്ക് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? വീട്ടിലും സ്കൂളിലൊക്കെ ആ കുട്ടി സ്റ്റിഗ്മാറ്റൈസ്ഡ് ആയോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റഡ് ആയി പോകും. The misuse of intelligence testing may do more harm than good to the child. അപ്പോ ചിലപ്പോ നല്ലതിനേക്കാൾ കൂടുതൽ മോശമായിരിക്കാം, ചീത്തയായിരിക്കാം ചിലപ്പോ. അതാണ് ആദ്യത്തെ പറയുന്നത്. ആൻഡ് there has been question raised with regard to the validity of intelligence. Intelligence ടെസ്റ്റിന്റെ വാലിഡിറ്റി ആണ് ചോദിക്കുന്നത്. അതായത് point out that IQ test measures factor other than intelligence like environmental factors such as quality of education, exposure to stimulation, prior knowledge of the information on the test, and the individual's test taking skills. If all these non-intelligence factors are responsible for intelligence IQ score, then it comprises the accuracy of IQ test. ഇപ്പൊ നമ്മൾ IQ ടെസ്റ്റ് ചെയ്യുന്ന ടൈമില് അതിന് എൻവയറമെന്റൽ ഫാക്ടേഴ്സും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതായത് കുട്ടി പഠിക്കുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, എക്സ്പോഷർ ടു സ്റ്റിമുലേഷൻ, prior knowledge of the information on the test, and individual's test taking skills. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ലും കൂടി, നമുക്ക് ബോറടിച്ചിട്ട് അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? IQ സ്കോർ അവിടെ കുറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ടായിരിക്കും. കുട്ടിക്ക് ചിലപ്പോ മടുക്കുന്ന രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതും കൂടെ എന്ത് ചെയ്യും? ഈ ഒരു ടെസ്റ്റിനെ ഇമ്പാക്ട് ചെയ്യും. അപ്പൊ വാലിഡിറ്റിയിൽ ചിലപ്പോ തെറ്റുകൾ വരാം. അപ്പൊ അതാണ് അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്. ഇൻ സച്ച് കേസസ് ദ യൂസ് ഓഫ് IQ ടെസ്റ്റ് ആസ് പാർട്ട് ഓഫ് ഡയഗ്നോസിസ് ഓഫ് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി മേ നോട്ട് ഗിവ് ദ കറക്റ്റ് പിക്ചർ. കണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്തായിരിക്കും? നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു കറക്റ്റ് പിക്ചർ കിട്ടില്ല. ആൻഡ് ഇന്റലിജൻസ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു IQ. ഇന്റലിജൻസ് എന്ന് പറയുന്നത് IQ മാത്രമല്ല. IQ എന്ന് പറയുന്നത് എന്താ? ഇന്റലിജൻസ് കോഷ്യന്റ്. ഈ ടെസ്റ്റിൽ നിന്നും മാത്രം കിട്ടുന്ന റിസൾട്ട് ആണ് IQ. The test measures only a part of overall competence of human beings. Success in life depends on several other aspects such as creativity, social competence, practical problem solving abilities. അപ്പൊ IQ മാത്രമല്ല ഒരാളുടെ ഇന്റലിജൻസ് ഒതുങ്ങി നിൽക്കുന്നത്. വേറെ എന്തൊക്കെയുണ്ട്? ക്രിയേറ്റിവിറ്റി, സോഷ്യൽ കോമ്പിറ്റൻസ്, പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റീസ്. ഇതിലൊക്കെ നമ്മുടെ ഇന്റലിജൻസ് നമുക്ക് കാണിക്കാം. Further, the traditional IQ test may not recognize the other kinds of intelligence. അപ്പൊ ട്രഡീഷണൽ IQ ടെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മറ്റു തരത്തിലുള്ള ഇന്റലിജൻസുകളെ പറ്റി പറയുന്നില്ല. ഫോർ എക്സാമ്പിൾ, ആസ് പ്രൊപ്പോസ്ഡ് ബൈ ഗാർഡനർ ഒരുപാട് ടൈപ്പിലുള്ള ഇന്റലിജൻസുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രഡീഷണൽ IQ നോക്കുകയാണെങ്കിൽ അതിലൊന്നും ഈ പറഞ്ഞ തരത്തിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒന്നുമില്ല. ഓൺലി ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ടോ ആ ഒരു IQ സ്കോർ കിട്ടും. അപ്പൊ അതല്ല ഒരാളുടെ ശരിക്കുള്ള IQ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്.
പിന്നെ some critics are the most intelligent tests are biased against certain groups, particularly those who vary from mainstream Western society. Language and the nature of the test item may create problems in estimating intelligence of people from non-white cultures. Culture based different വരാം. ഇപ്പൊ വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ എടുക്കാം. ഇന്റർനാഷണൽ ആണ്, പക്ഷെ ചെയ്തു വെച്ചിട്ടുള്ളത് അമേരിക്കൻ സാമ്പിളിലാണ്. അപ്പൊ ചിലപ്പോ ഇന്ത്യൻ കൾച്ചറിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ ടെസ്റ്റ് ചെയ്ത ആളായിരിക്കും കുറവായിരിക്കും. ഓക്കെ, അപ്പൊ കൾച്ചർ ബേസിൽ ഡിഫറൻസ് ആണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ ഇന്ത്യനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് മിസിക് നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാം. കാരണം എന്താ, നമ്മുടെ കൾച്ചർ ബേസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് മിസിക്. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐക്യു ഓക്കെ ആയിരിക്കും. പക്ഷെ വെഷ്ലർ എന്ന് പറയുമ്പോൾ എന്താ, അമേരിക്കൻ സാമ്പിളിൽ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള സാധനമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടായിരിക്കും, ഐക്യുവിൽ ചിലപ്പോൾ നമ്മള് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരായി പോകും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതൊരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇഷ്യൂ ആയിട്ട് പറയാം. ഫോർ ഇൻസ്റ്റൻസ്, ട്രൈബൽ ഹാവ് വെരി റിച്ച് സോഴ്സ് ഓഫ് ഇൻഡിജിനസ് നോളജ് ബട്ട് ദേ മേ നോട്ട് പെർഫോം വെൽ ഓൺ ദ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ്. ആണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ എന്താ, ട്രൈബൽസിന് ഇൻഡിജിനസ് നോളജ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ അവരുടെ അടുത്ത് ഈ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ, ഇന്റലിജൻസിന്റെ സ്റ്റാൻഡേർഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. The reason is that the test do not reflect their context, knowledge and culture. കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് അവരുടെ കോണ്ടെക്സ്റ്റോ കൾച്ചറോ നോളജോ ഒന്നും അതിലില്ല. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് IQ സ്കോർ കുറവായിരിക്കും. അടുത്ത പറയുന്നത്, ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഫോർ ഇൻഫൻസ് ആൻഡ് പ്രീ സ്കൂളേഴ്സ് ഹാസ് ഓൾസോ ബീൻ ക്വസ്റ്റ്യൻ ഫോർ ഇറ്റ് സെൻസിറ്റിവിറ്റി, അക്യുറസി ആൻഡ് പ്രെഡിക്റ്റീവ് വാല്യൂ. ഇനി ഇൻഫൻസും പ്രീ സ്കൂളേഴ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെൻസിറ്റിവിറ്റി, അക്യുറസി, പ്രെഡിക്റ്റീവ് വാല്യൂ ഇതൊക്കെ വ്യത്യാസമായിരിക്കും. കാരണം കുട്ടികളാണ് പറയുന്നത്. അപ്പൊ അവര് ചിലപ്പോ കളിത്തമാശയ്ക്ക് അവര് വേറെ എഴുതാം, ബോറടിച്ചിട്ട് എഴുതാം. അപ്പൊ അതിലൊന്നും സെൻസിറ്റിവിറ്റി, ആക്യുറസി, പ്രെഡിക്റ്റീവ് വാല്യൂ ഇതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ ആണോ അത്? ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി നമുക്ക് നാളെ നോക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ താങ്ക് യു. നാളെ നമുക്ക് മോർണിംഗ് കാണാം. ഓക്കെ, അപ്പൊ ഇന്ന് എടുത്തത് നോക്കാം. ബാക്കി നമുക്ക്, അപ്പൊ ഇന്ന് എടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ, ഒരു സെക്ഷൻ കഴിഞ്ഞു. നാളെ 1, 2, 3 നമ്മൾ പകലെടുക്കും. ഉച്ച വരയ്ക്ക് അത്, ഈവനിങ് വരയ്ക്ക് അത് നിങ്ങൾക്ക് നോക്കാൻ ടൈം ഉണ്ടായിരിക്കും. ഈവനിങ് 6, 9, 10 എടുക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു.